പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗമാണ്. വിശുദ്ധ മർക്കോസിന്റെ ഈ സുവിശേഷ ഭാഗം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ മർക്കോസ് സുവിശേഷകന്റെ പശ്ചാത്തലവും ഈ സുവിശേഷത്തിന്റെ പശ്ചാത്തലവും എന്താണ് എന്ന് ആദ്യമേ കരുതേണ്ടതുണ്ട്. കാരണം ഈ ഭാഗം സുവിശേഷത്തിന്റെ ആരംഭം മുതലുള്ള ഭാഗമാണ്. വിശുദ്ധ മർക്കോസ് സുവിശേഷകൻ സുവിശേഷം എഴുതുന്നത് AD 65-നും 70-നും ഇടയിലാണ്. അദ്ദേഹം ബർണബാസിന്റെ കസിനാണ്. പത്രോസ് ശ്ലീഹായുടെയും പൗലോസ് ശ്ലീഹായുടെയും സഹായിയാണ്. ഒരു പ്രാവശ്യം പൗലോസ് ശ്ലീഹായുടെ കൂടെ കാരാഗ്രഹവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ മർക്കോസ് ശ്ലീഹ എഴുതിയ സുവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട പ്രതിപാദ്യങ്ങളെല്ലാം ഈ ശ്ലീഹന്മാരുടെ, ഈ അപ്പസ്തോലന്മാരുടെ പ്രസംഗത്തിൽ നിന്ന് കടമെടുത്തതുമാകാം. നമുക്ക് ലഭ്യമായിട്ടുള്ള സുവിശേഷങ്ങളിൽ ആദ്യത്തെ സുവിശേഷമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം. ടൈം മാഗസിൻ കഴിഞ്ഞയിടയ്ക്ക് പ്രസിദ്ധീകരിച്ച സ്പെഷ്യൽ എഡീഷൻ ജീസസ് എന്ന് പറയുന്ന ആ സ്പെഷ്യൽ എഡീഷനിൽ, ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമെന്ന് വിചാരിക്കപ്പെടുന്ന ആ മാസികയിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഹിസ്റ്റോറിയൻ എഴുതുന്നുണ്ട്: ലോകത്തിൽ ജീവിച്ചിരുന്ന ഒരേ ഒരാളെ കുറിച്ച് മാത്രമേ 4 ജീവചരിത്രങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഈശോയെക്കുറിച്ച് നമുക്ക് ലഭ്യമായ ആദ്യത്തെ രക്ഷാകര പ്രവർത്തനങ്ങളുടെ വിവരണമാണ് വിശുദ്ധ മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷം. ഇവിടെ മർക്കോസ് ശ്ലീഹായുടെ പ്രധാന ലക്ഷ്യം, അദ്ദേഹം സുവിശേഷം എഴുതുന്നത് പാലസ്തീനക്കാരല്ലാത്ത വിജാതിയർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷ രചനയുടെ പ്രധാന ലക്ഷ്യം അവരോ മനസ്സിലാക്കുകയാണ്. എന്താണ് മനസ്സിലാക്കുന്നത്? ജീസസ് ഓഫ് നസറത്ത്, ചരിത്രത്തിൽ മനുഷ്യനായി ജീവിച്ച ജീസസ് ഓഫ് നസറത്ത് ദൈവത്തിൻ്റെ 2ാം ആളാണ്. ജീസസ് ഓഫ് നസറത്ത് വെറും മനുഷ്യനല്ല, ദൈവമാണ് എന്ന പൂർണ്ണ ബോധ്യം ഈ വിജാതീയരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഈ സുവിശേഷം രചിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു പ്രധാനപ്പെട്ട വ്യത്യസ്തമായ പ്രതിപാദന രീതി മർക്കോസ് ശ്ലീഹായ്ക്കുണ്ട്. അതിനാലാണ് ഈ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ തുടങ്ങുമ്പോൾ ഇങ്ങനെ കാണുന്നത്: ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ആകെ 16 അധ്യായമുള്ളതിൽ 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിലെ പ്രധാന ചോദ്യവും ഉത്തരവും ഇതാണ്: യേശു ആരാണ്? ആ ചോദ്യത്തിന് ഉത്തരമാണ് 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന്റെ, ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞിട്ട് ഉടനെ മർക്കോസ് ശ്ലീഹ ചെയ്യുന്നത് പഴയ നിയമവുമായിട്ട് ബന്ധിക്കുകയാണ്. അപ്പോൾ പഴയ നിയമത്തിന്റെ തുടർച്ചയായിട്ട് പുതിയ നിയമത്തെ അവതരിപ്പിക്കുന്നതുകൊണ്ട് യേശയ്യാ പ്രവാചകന്റെ സുപ്രസിദ്ധമായ ആ പ്രവചനം, ഉദ്ധരണി അദ്ദേഹം ഉദ്ധരിക്കുകയാണ്: ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, കർത്താവിന് വഴിയൊരുക്കുവിൻ എന്ന് മരുഭൂമി വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പാപമോചനത്തിനുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ആ തരത്തിൽ വളരെ ക്രമബദ്ധമായ ഒരു വിവരണ ശൈലിയാണ് മർക്കോസ് ശ്ലീഹായുടെ. അതിനുശേഷം സ്നാപയോഹന്നാന്റെ പ്രത്യേകത എന്തെന്ന് പറയുന്നു. സ്നാപയോഹന്നാൻ ഈശോയെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം നൽകുന്നു: ഇതാ എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഇതിനു ശേഷം സ്നാപയോഹന്നാന്റെ ഈ സാക്ഷ്യത്തെ സാധൂകരിക്കുന്ന സ്വർഗത്തിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് പറയുന്നു. അന്നൊരിക്കൽ യേശു വന്ന് സ്നാപയോഹന്നാന് മാമോദീസ സ്വീകരിച്ചു. അപ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവിൻ്റെ പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരികയും ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദം കേൾക്കുകയും ചെയ്തു. അതാണ് ഈ സുവിശേഷത്തിൻ്റെ ഘടന, സുവിശേഷത്തിൻ്റെ പ്രതിപാദ്യം, ഇതിൻ്റെ പശ്ചാത്തലം. ഇനി നമുക്ക് നമ്മുടെ പ്രായോഗിക പാഠങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സ്നാപയോഹന്നാൻ ഈശോയെ അവതരിപ്പിച്ചുകൊണ്ട് പറയാണ്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. നമ്മൾ ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്നത് എങ്ങനെയാണ്? നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ രീതികളും മറ്റുള്ളവരെ
ഈശോയിലേക്ക് നയിക്കുന്നുണ്ടോ? അതാണ് ഒന്നാമത്തെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മൾ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് ഈശോയുടെ പേരിൽ സഭയെയും അവിടുന്ന് സ്ഥാപിച്ച സംവിധാനങ്ങളെ തള്ളിപ്പറയുന്നവരായിട്ട് മാറുകയാണ്. ഏറ്റവും വലിയ കടുത്ത വിമർശകരായിട്ട് നമ്മൾ മാറുകയാണ്. സുവിശേഷത്തിന് വേണ്ടിയോ ഈശോയ്ക്ക് വേണ്ടിയോ ഒന്നും ചെയ്യാത്തവരായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഞാൻ ഓർക്കുന്നത്, ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. സുവിശേഷം കുഞ്ഞേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു ടാക്സിക്കാരനാണ്. ഈ ടാക്സിയിൽ കയറുന്ന എല്ലാവരോടും അദ്ദേഹം സുവിശേഷം പറയുകയാണ്. ഒരുപാട് പേരോട്, അതുപോലെ ക്രൈസ്തവരായിട്ടുള്ള ആളുകളോട് പറയുന്നു, മക്കൾക്ക് ക്രിസ്ത്യൻ പേരുകൾ ഇടണമെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണം വരെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചു. അനേകരെ ഈശോയിലേക്ക് അദ്ദേഹം നയിച്ചു. വീണ്ടും ഒരു കാര്യം ഓർക്കുന്നത്, ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറാണ്. അദ്ദേഹം 6 മാസം കൂടുമ്പോൾ കൃത്യമായി ദശാംശം കൊടുക്കുകയാണ്. അദ്ദേഹം കൊടുക്കുന്ന ദശാംശം 10,000 രൂപ വെച്ച് അദ്ദേഹം പെൻഷൻ പറ്റി 10,000 രൂപ വെച്ച് കൊടുക്കുകയാണ്. ഒന്നാമത്തെ ഗഡു അത് മിഷൻ പ്രവർത്തനത്തിന് വേണ്ടിയാണ്. രണ്ടാമത്തെ ഗഡു സ്വന്തം ഇടവകയിലെ കുഞ്ഞുങ്ങളെ വിശ്വാസ പരിശീലനം നടത്തുന്നതിന് വേണ്ടിയാണ്. നോക്കൂ എത്ര മാത്രമാണ് സുവിശേഷത്തോടും ക്രിസ്തുവിനോടും പ്രതിബദ്ധത പുലർത്തുന്ന മനുഷ്യർ. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ പ്രതിബദ്ധത കാണിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും മിശിഹായ്ക്ക് എതിർ സാക്ഷ്യം നൽകുന്നവരായിട്ട് മാറുകയാണ്. നമ്മൾ ഈശോയുടെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ എല്ലാ സംവിധാനങ്ങളെയും ആക്ഷേപിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിലൂടെ, നമ്മുടെ വാട്സാപ്പിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ, സാമൂഹിക മാധ്യമങ്ങളിലൂടെയൊക്കെ സഭയുടെ നന്മ, ക്രൈസ്തവഗീതയുടെ നന്മ പറയാം. പക്ഷേ നമ്മൾ അതിന് തയ്യാറാകുന്നില്ല. മറിച്ച് അതിന് ഓപ്പോസിറ്റായ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓർക്കുന്നത് ഇവിടെ ഒരു കാര്യം ഓർക്കുക, സുവിശേഷത്തിൻ്റെ പ്രത്യേകതയാണ് ചുറ്റും നന്മ പരത്തുക എന്നുള്ളത്. അതുകൊണ്ടാണ് സ്വർഗത്തു നിന്നുള്ള സാക്ഷ്യം, ഇവൻ എൻ്റെ പ്രിയപുത്രനാവുന്നു. അപ്പോൾ ഭൂമിയിൽ സ്വർഗം സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് സഭ ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്രൈസ്തവീയത ഈ ലോകത്തിൻ്റെ വിദ്വേഷത്തെയും ഈ ലോകത്തിൻ്റെ ഹിംസാപരമായ ചിന്തയെ, അക്രമത്തെ ഒക്കെ മാറ്റി ജീവിക്കാൻ കൊള്ളാവുന്ന നാടായി നമ്മുടെ ലോകത്തെ മാറ്റിയതിൻ്റെ അടിസ്ഥാനം ഈ സുവിശേഷ മൂല്യങ്ങളാണ്. ഈ സുവിശേഷ മൂല്യങ്ങൾ ഉള്ള നാടുകളാണ്, ക്രിസ്ത്യൻ നാടുകളാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനാധിപത്യമുള്ളത്, ഏറ്റവും കൂടുതൽ മാനവികതയുള്ളത്, നന്മയുള്ളത്, സാഹോദര്യമുള്ളത്. അത് നഷ്ടപ്പെട്ടു പോകുന്നിടത്ത് അക്രമവും കൊള്ളയും ഒക്കെ ഉണ്ടാവുകയാണ്. JD വാൻസ് എന്ന് പറയുന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഈ അടുത്തയിടയ്ക്ക് മ്യൂണിച്ചിൽ പറഞ്ഞ, ഇന്റർനാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൽ പറഞ്ഞ ഒരു പ്രസംഗം ലോകം മുഴുവൻ വൈറലായിരുന്നല്ലോ. അദ്ദേഹം യൂറോപ്പിനെ കുറ്റപ്പെടുത്തി പറയുകയാണ്, ഐ സപ്പോസ് ദാറ്റ് വി ഷെയർ ദ സെയിം വാല്യൂ. ഇപ്പോൾ യൂറോപ്പും US ഒരേ മൂല്യങ്ങൾ പങ്കുവയ്ക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലാണ് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ദീസ് വാല്യൂസ് ആർ ഇൻ റിട്രീറ്റ് ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞ് കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഒരു ഗർഭഛിദ്ര സ്ഥാപനത്തിൻ്റെ സമീപത്ത് നിന്ന് മൗന പ്രാർത്ഥന നടത്തുന്ന ഒരു ക്രിസ്ത്യൻ ആക്ടിവിസ്റ്റിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്താൽ, വീടുകളിൽ ഇരുന്ന് പ്രാർത്ഥന നടത്തുന്നത് പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ ഈ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന ഈ വാല്യൂസിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. ഇതെല്ലാം ഇപ്പോൾ റിട്രീറ്റിലാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇതെല്ലാം അപകടത്തിലാണെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ വലിയ ക്രൈസ്തവ വിശ്വാസിയായ JD വാൻസിൻ്റെ സാക്ഷ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിക്കുന്നോ? നമ്മുടെ കുടുംബങ്ങളിലും അങ്ങനെ സംഭവിക്കുന്നോ? നമ്മൾ ക്രൈസ്തവരാണെന്ന് പറയുകയും അതിന് എതിർ സാക്ഷ്യം നമ്മൾ ചെയ്യുകയും ചെയ്യുന്നവരാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട നമ്മുടെ ചിന്ത ഇതാണ്, ഈശോ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ സ്വർഗം തുറക്കപ്പെടുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന സാക്ഷ്യമുണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ അത് സ്വർഗം തുറക്കപ്പെടുന്ന പ്രവർത്തനങ്ങളാണോ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഇതാ ദൈവത്തിൻ്റെ പുത്രനെന്ന്, അല്ലെങ്കിൽ ആ തരത്തിൽ
ദൈവികമായി ചരിക്കുന്നവനെന്ന് ആരെങ്കിലും നമ്മളെക്കുറിച്ച് പറയുമോ? ഞാനൊരു സംഭവം ഓർക്കുന്നത്, ഒരു കോളേജിൽ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടി, പ്രത്യേകിച്ച് ഭക്ഷണ വേസ്റ്റ് ഇടാൻ വേണ്ടി ഒരു ടാങ്ക് പോലെ നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ്. കുട്ടികൾ ചെയ്യുന്നത് അതിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് അതിലേക്ക് വലിച്ചെറിയുകയാണ്. അതിൻ്റെ അടുത്ത് വരുന്നില്ല, അകലങ്ങളിൽ നിന്ന് വലിച്ചെറിയുന്നു. ഈ കടലാസുകളുമൊക്കെ ചുറ്റും ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ വന്ന ഒരു കുട്ടി, അവൻ ഇതെല്ലാം കണ്ടിട്ട് ഒരു ദിവസം മുമ്പോട്ട് വന്ന് ഈ ചപ്പ് ചവറുകൾ ഈ ഉച്ച സമയത്ത് തന്നെ ഇതിൻ്റെ അകത്ത്, ഈ ടാങ്കിൻ്റെ അകത്തേക്ക് എടുത്തിടുകയാണ്. അവൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇത് കണ്ടിട്ട് ആളുകൾ കളിയാക്കുമോ എന്ന് കരുതി അവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അടുത്തു വന്നു. പക്ഷേ അവൻ പിന്തിരിയുന്നില്ല എന്ന് കണ്ടപ്പോൾ അവനും കൂടി ഈ ചപ്പ് ചവറുകൾ, കടലാസുകൾ ഇതെല്ലാം എടുത്ത് ടാങ്കിലിട്ടു. പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് എല്ലാവരും ഈ ടാങ്കിൻ്റെ അടുത്ത് വന്നിട്ട് ടാങ്കിലേക്ക് തന്നെ ഈ കടലാസുകൾ ഇടുന്നതാണ്. ഒന്നുപോലും ചുറ്റുവട്ടത്തില്ല. സ്വർഗം തുറക്കുന്ന പ്രവൃത്തികൾ, മറ്റുള്ളവർ നന്മയെ നോക്കി നന്മ പറയുന്ന പ്രവൃത്തികൾ നാം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. വേറൊരു കാര്യം ഓർക്കുന്നത്, ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ 2 മിഠായികൾ ഇരിക്കുകയാണ്. അവളുടെ പപ്പ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പപ്പായ്ക്ക് ഒരു മിഠായി തരാമോ? അപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. 2 മിഠായി മാറി മാറി ആ കുഞ്ഞ് നക്കി, അത് നുണഞ്ഞു. പപ്പായ്ക്ക് വലിയ സങ്കടം തോന്നി. പക്ഷേ പെട്ടെന്ന് കുഞ്ഞിൻ്റെ മുഖം മാറി കുഞ്ഞ് പറയുകയാണ്, പപ്പ വലതുവശം എൻ്റെ വലത്തെ കയ്യിലുള്ള മിഠായിക്ക് മധുരം കൂടുതൽ, പപ്പ ഇതെടുത്തു. സന്തോഷം കൊണ്ട് കണ്ണ് നിറയാണ് പപ്പായുടെ. അപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന, സ്വർഗീയമായ അനുഭവം നൽകുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നുണ്ടാകണമെന്നാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ ചുറ്റുപാടുകളിൽ അന്ധകാരം വ്യാപിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കാണുകയാണ്. സിനിമകൾ അങ്ങനെ ആവുന്നു, വയലൻസ് ഉള്ള സിനിമകൾ. ചെന്താമര എന്ന് പറയുന്ന മനുഷ്യനെ അന്ധകാരം വ്യാപിക്കുന്നു. ഒരാൾ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞിട്ട് പോവുകയാണ്. മുടി ചീകാത്ത കുട്ടികൾ, വിദ്യാർത്ഥികൾ കോളേജ് ക്യാമ്പസുകളിൽ പെരുകി വരികയാണ്. ഭ്രാന്തമായ രീതിയിൽ അന്ധകാരത്തിൻ്റെ സിംബലുകൾ നമ്മൾ കാണുകയാണ്. വണ്ടികളിലൊക്കെ പിശാചിൻ്റെ കൊമ്പ് വെച്ച മുഖംമൂടികൾ കാണുന്നു. ഏതോ തരത്തിൽ നമ്മുടെ ചുറ്റുപാടുകൾ പൈശാചികവും അന്ധകാരം നിറഞ്ഞതുമാവും. ഒരുപാട് വയലൻസുകൾ കൂടുന്നു. ഈ സുവിശേഷ ഭാഗം നമുക്ക് ധ്യാന വിഷയമാകട്ടെ. സ്വർഗീയമായ പ്രവൃത്തികൾ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. സ്വർഗം പ്രസാദിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. അതാണ് ക്രൈസ്തവമായ കൾച്ചർ. ആ കൾച്ചറുള്ള സ്ഥലങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ഡെവലപ്ഡ് നേഷൻസ്. ഈ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനമുള്ളിടമൊക്കെ അവിടെയാണ് പുരോഗതി ഉള്ളത്, അവിടെയാണ് നന്മയുള്ളത്, ശാന്തതയുള്ളത്, സമാധാനമുള്ളത്. ആ മൂല്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് നശിച്ചു പോകാൻ ഇടയാകാതെ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. Subscribe now and press the bell icon. Never miss an update.